അദ്ദേഹത്തിന് 3 പെങ്ങന്മാരാണുള്ളത്. അതിൽ 2 പെങ്ങന്മാരെ നേരത്തെ കെട്ടിച്ചപ്പോൾ നാട്ടുനടപ്പനുസരിച്ച് അന്ന് അവർക്ക് സ്വർണവും പണവുമായി സ്വത്തായിട്ട് അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ മൂന്നാമത്തെ പെങ്ങളെ കല്യാണം കഴിച്ച സമയത്ത് അവൾക്ക് ഇങ്ങനത്തെ ഒരു രീതിയിൽ പണവോ സ്വത്തോ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഈ അവരുടെ അവകാശങ്ങളിൽ ഉപ്പ മരിച്ചിട്ട് അവരുടെ സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് കൊടുക്കാത്ത പെങ്ങൾക്ക് കൂടുതലായി കൊടുക്കേണ്ടതുണ്ടോ? എന്താണ് അതിൻ്റെ ഇസ്ലാമികമായ വിധി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ ഈ ഉപ്പയുടെ മരണശേഷമാണ് ബാക്കിയുള്ള പെൺമക്കളുടെ അഥവാ ഇദ്ദേഹത്തിന്റെ പെങ്ങന്മാരുടെ വിവാഹം നടന്നത് എങ്കിൽ ആ ഉപ്പയിൽ നിന്നും അവർക്ക് ലഭിക്കേണ്ട അവകാശത്തിൽ നിന്ന് അവർക്ക് ആ നിലക്ക് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ അതാണ് ചെയ്യേണ്ടിയിരുന്നത്. എങ്കിൽ സ്വാഭാവികമായിട്ടും ഓരോ സഹോദരിമാർക്കും അവരുടേതായ രൂപത്തിലുള്ള സ്വത്തിൽ നിന്ന് അവരുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതി കടന്നു വരുമായിരുന്നു. ഒരിക്കലും തന്നെ സ്ത്രീധനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല, അത് പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല, ദീനിയായിക്കൊണ്ട് അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. എന്നാൽ ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് വിവാഹം കഴിക്കപ്പെടുന്ന ഘട്ടത്തിൽ അവൾക്ക് ലഭിക്കുന്ന ഒരു സമ്മാനം എന്നുള്ള നിലക്കുള്ള കാര്യമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ, അത് ഉപ്പയുടെ കാലശേഷമാണ് ചെയ്തത് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് അനന്തരാവകാശത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. ആ രൂപത്തിലാണ് എങ്കിൽ സ്വാഭാവികമാണ്, ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യമല്ല നൽകേണ്ടത്, മറിച്ച് സ്വത്തിൽ നിന്നും ഓരോരുത്തരുടെയും അവകാശം എത്രയാണോ ആ അവകാശത്തിന് അനുസൃതമായ രൂപത്തിലാണ് നൽകേണ്ടത്. ഒരാൾക്ക് സമ്മാനം നൽകുന്നത് മറ്റൊരാൾക്ക് കിട്ടേണ്ട അവകാശത്തെ ഹനിക്കാൻ കാരണമാകാൻ പാടില്ല എന്ന കാര്യം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതല്ല, ഇനി പിതാവ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പിതാവ് തൻ്റെ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച സമയത്ത് അവർക്ക് സമ്മാനമായി കൊണ്ട് സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ഭാഗങ്ങൾ നൽകി. പിന്നീട് പിതാവ് മരണപ്പെട്ടു, ഇനി ഒരു മകൾ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് അഥവാ ഇനി വിവാഹം കഴിക്കാതെ ബാക്കിയുള്ളത് എങ്കിൽ ആ മകളെ കല്യാണം കഴിപ്പിക്കുന്ന ഘട്ടത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ കൊടുക്കാൻ വേണ്ടി അനന്തര സ്വത്തിൽ നിന്ന് പ്രത്യേകമായി കൊണ്ട് എടുക്കുക എന്നത് അതും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ജീവിച്ചിരിക്കുന്ന മറ്റു അവകാശികളെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ ഓഹരികൾ ഇവർക്ക് അവർ നൽകുന്ന രീതിയാണ് ഉണ്ടാകേണ്ടത്. അതല്ലാതെ നിങ്ങളെ വിവാഹം കഴിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ ധാരാളം തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് അനന്തരാവകാശത്തിൽ കുറവായിരിക്കും ഉണ്ടാവുക എന്ന് പറയാൻ പാടുള്ളതല്ല. അത് മതപരമായി കൊണ്ട് ശരിയുമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.